ഇതെന്റെ ബിസിനസ് മാനേജർ ആൽബർട്ടോ മൊറാബിയോ കുഞ്ചു. താങ്ക് യു. അല്ലളിയ, ഈ കുറഞ്ഞ സാഹിബിന് ഏത് കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത്? നിന്റെ അമ്മയുടെ കാട്ടിൽ നിന്ന്. Who is the തല്ലിപ്പൊളികൾ? അറിയോ? ഈ തല്ലിപ്പൊളികൾ എന്റെ ഭാര്യയുടെ ആംഗളമാരാണ്. കച്ചോളി തങ്കപ്പൻ, കുണ്ട്ര കുട്ടപ്പൻ. ഇവർ വലിയ നാടകക്കാരായിരുന്നു. ഇവരെ സ്റ്റേജിൽ കണ്ടാൽ നാട്ടുകാർ ചെരിപ്പൂരി എറിയും. ഏറുകൊണ്ട് ചായണ്ടാന്ന് കരുതി ഞാനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ തല്ലിപ്പൊളികളെ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് എല്ലാം ഫ്രാൻസിൽ ആണ്. എന്റെ അച്ഛൻ ആൽബർട്ടോ മൊറാബിയോ. അവനെ ഉണ്ടാക്കിയ അവന് തന്റെ ഒരു ഫ്രഞ്ചുകാരനാണ്. അപ്പൊ ഈ ഫ്രഞ്ചുകാരൻ കുഞ്ചുവായത്? അമ്മ കാളിക്കുട്ടി. എന്ത്? അമ്മ കാളക്കുട്ടിയോ? അളിയ, കാളക്കുട്ടി എന്നല്ല ഈ തൊപ്പിക്കാരൻ പറഞ്ഞത്, കാലിക്കുട്ടി. അതെ 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 അതെ. സായിപ്പേ, അളിയൻ അടുത്തിരിക്കുന്നത് എന്റെ നല്ല കാലം പോയി. ഇല്ലെങ്കിൽ ഇടിച്ച് ഞാൻ എന്റെ കുഞ്ചു ഒടിച്ചേനെ. കാളിക്കുട്ടി. കാളിക്കുട്ടി എന്റെ അമ്മ. അച്ഛൻ ആൽബർട്ടോ മൊറാബിയോ ഇവിടെ വന്ന് കാളിക്കുട്ടിയെ ലവ് ചെയ്തു തീർന്നപ്പോൾ കാളിക്കുട്ടിയുടെ വയറ്റിൽ ഒരു കൊച്ചു കുഞ്ചു. ദാറ്റ് ഈസ് മീ. ഞാൻ ഫ്രോഡ്. രാജാവേ രാജാവേ, നാണം കിട്ടൊരു രാജാവേ, നാടില്ലാത്തൊരു രാജാവേ, പൊട്ടും സൂട്ടും ചുണ്ടിൽ പാട്ടും മൂളി നിത്യം നീങ്ങുന്ന വീടും കൂടും വിട്ട് കള്ളക്കോളുമായി പോകുന്ന രാജാവേ രാജാവേ, നാണം കെട്ടൊരു രാജാവേ. ഡൽഹി റോഡുകളിൽ തെണ്ടി നടക്കും രാജാവേ, ബോംബെ ഡൽഹി റോഡുകളിൽ തെണ്ടി നടക്കും രാജാവേ. चखड़ा अब कचड़ा अब टुकड़ा तुम चोर हो, चखड़ा अब कचड़ा अब टुकड़ा तुम चोर हो. भगवान को मालूम, ओ भगवान को मालूम. മദ്രാസ് മധുര സിറ്റികളിൽ മണ്ടി നടക്കും നേതാവേ, മദ്രാസ് മധുര സിറ്റികളിൽ മണ്ടി നടക്കും നേതാവേ. நான் யார் என்ற கேள்வியோ உன் மனதிலே, இந்த உலகத்தில் நானே வீரனடா, இந்த உலகத்தில் நானே வீரனடா. வேலை இறக்கான் நோக்கண்டா, வேலை கையில் இருக்கட்டே, வேலை ഇറക്കാൻ നോക്കണ്ട, വേല കയ്യിൽ ഇരിക്കട്ടെ. ആജാട കീശയിൽ വെച്ചോളൂ, ആജാട കീശയിൽ വെച്ചോളൂ രാജാവേ രാജാവേ, നാണം കെട്ടൊരു രാജാവേ. ഇഹലോകവാസം നീ വെടിയുമല്ലോ, പരലോകം വേഗം നീ കാണുമല്ലോ. ഇനി വേഗം ചതി മാറ്റാൻ കഴിയുമെങ്കിൽ, ഇനി വേഗം ചതി മാറ്റാൻ കഴിയുമെങ്കിൽ നിനക്കൊരുപാട് നാൾ കൂടി കഴിയാമല്ലോ.
ഒരു നാൾ ഹിന്ദുവായിടും മറുനാൾ ക്രിസ്ത്യാനി. അവിടെയും ഇവിടെയും പോയി നീ കല്യാണം ചെയ്യും. ഒരു നാൾ ഹിന്ദുവായിടും മറുനാൾ ക്രിസ്ത്യാനി. അവിടെയും ഇവിടെയും പോയി നീ കല്യാണം ചെയ്യും. തല്ലുകൾ വാങ്ങിക്കാണില്ല, മേലും നൊന്തിട്ടില്ല. തല്ലുകൾ വാങ്ങിക്കാണില്ല, മേലും നൊന്തിട്ടില്ല. ഇന്ന് നിനക്ക് കിട്ടിടുമല്ലോ. ഒരു നാൾ ഹിന്ദുവായിടും മറുനാൾ ക്രിസ്ത്യാനി. അവിടെയും ഇവിടെയും പോയി നീ കല്യാണം ചെയ്യും. മനസ്സേമാരുടെ മനസ്സിലും ശൈത്താൻ കേറിപ്പോയി. മനസ്സേമാരുടെ മനസ്സിലും ശൈത്താൻ കേറിപ്പോയി. പഹയന്മാരി മണ്ണില് കളിയാൻ പോകുന്നു. പഹയന്മാരി മണ്ണില് കളിയാൻ പോകുന്നു. ചതിയായി പോകുന്നു, കള്ളക്കളിയായി മാറുന്നു. കൊല്ലച്ചതിയായി നീങ്ങുന്നു, അത് കലയായി മാറ്റുന്നു. രാജാവേ, നാണം കെട്ടൊരു രാജാവേ, കോട്ടും സൂട്ടും ചുണ്ടിൽ പാട്ടും മൂളി നിത്യം നീങ്ങുന്ന രാജാവേ, രാജാവേ. എന്താണിത്? അമ്മാവ, എന്റെ ഒരു കൂട്ടുകാരി കോളേജിൽ വെച്ച് എടുത്തതാണ് ഈ ഫോട്ടോ. ആരെടുത്താലും ഇതൊരു ഫോട്ടോ പോലെയുണ്ട്. നല്ല ചേർച്ച. ഇവർ രണ്ടുപേരും ഒരു നാടകത്തിൽ നായിക നായകന്മാരെ അഭിനയിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? അമ്മാവന്മാര് തുടങ്ങി വെച്ച നാടക കമ്പനി നാട്ടുകാരെറിഞ്ഞു പൊളിച്ചു. ഏതായാലും ഇത് ഭദ്രമായിട്ട് വെച്ചോ. പിന്നെ നിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ കുണ്ടറ അമ്മാവനും ഈ തച്ചോളി അമ്മാവനും എന്നും നിനക്ക് കൂട്ടുണ്ടാവും. പിന്നെ വലിയ ഇളയനെ ഇക്കാര്യം അറിയിക്കണ്ട, പിന്നീട് അറിയിക്കാം. വഴി കഴുകിയിട്ട് വാ. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എത്ര കാലം നമ്മളിങ്ങനെ ആളുകളെ കളിപ്പിച്ച് ജീവിക്കും? ബോംബെയിലും മദ്രാസിലും മധുരയിലും ഒക്കെ നമ്മൾ കളിച്ച കളിയായിരിക്കില്ല ഇത്. ഇപ്പൊ തന്നെ പോലീസിന് നമ്മളെ കുറിച്ച് സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നുവൊന്നും വേണ്ട, ഉണ്ട്. ആ പോലീസ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അറിയാമായിരുന്നു അളിയന്റെ കളി. നീ പോടായിരുന്നു. നീ വിഷമിക്കാതെ കമലേ, കേരളത്തിൽ നമ്മൾ സേഫാണ്. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാനല്ലേ. സിന്ധുവിനെ വിവാഹം കഴിച്ച് അവളുടെ പണമെല്ലാം താൻ തട്ടിയെടുത്ത് അവളെ കൊന്നിട്ട് നിന്നെ കല്യാണം കഴിക്കാമെന്നായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്. എടാ, ഇപ്പൊ തന്നെ നിനക്ക് 86 കല്യാണമായി. 86 നീ കൊല്ലുകയും ചെയ്തു. 87 നീ തിരക്കി വന്നിരിക്കാം. എടാ, ഗിന്നസ് ബുക്കിൽ നിന്റെ പേര് വരേണ്ട സമയം കഴിച്ചോടാ മലമ്പാമ്പേ.